നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ AK ബാലന്റെ പരാമർശത്തിന് ഒടുവിൽ CPMന്റെ പൂർണ്ണ പിന്തുണ. എത്ര പിന്തുണച്ചാലും ആ പ്രസ്താവന നിരുത്തരവാദപരമാണ്. തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് കേരളം അത് പ്രതീക്ഷിക്കുന്നില്ല. സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതൃരൂപങ്ങളെ പുരോഗമന രാഷ്ട്രീയം പറയുന്ന പ്രസ്ഥാനം തിരുത്തിയില്ലെങ്കിൽ ജനം നിലക്കി നിർത്തിയ ചരിത്രമാണുള്ളത്. വർഗീയതയെ അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും എക്കാലവും എതിർത്ത ചരിത്രമാണ് ഈ നാടിനുള്ളത്. സമഗ്രമായി നോക്കാം. ടോപ്പ് 10 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി തന്ത്രി സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ SIT. തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധന. ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാക്കും. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തന്ത്രിയെ ജയിലിൽ നിന്ന് ICUവിലേക്ക് മാറ്റി. കേസിൽ മുഖ്യ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED. UDF തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും കൊള്ളയിൽ പങ്കെന്ന് രമേശ് ചെന്നിത്തല. UDFനും LDFനുമെതിരെ സമരത്തിന് BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. CPMുമായി ഇടഞ്ഞ ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ BJPയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയോട് മാപ്പ് പറയാൻ മനസ്സില്ലെന്നും കേസും കോടതിയും പുത്തരിയല്ലെന്നും AK ബാലൻ. ജമാഅത്തെക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരെന്ന് പ്രചരിപ്പിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ KC വേണുഗോപാൽ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വ്യക്തിവിവരങ്ങൾ ചോർന്നുവെന്ന് റിപ്പോർട്ട്. 1,75,00,000 ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നെന്ന് മാൽഫെയർ ബൈറ്റ്സിന്റെ റിപ്പോർട്ട്. വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കെത്തിയെന്നും സൂചന. തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടി അംഗങ്ങൾക്ക് സ്ഥിര നിയമനമെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. നിയമനം നൽകിയ 900 പേരിൽ 876 പേരും CPMകാരെന്ന് ആരോപണം. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി CBI. പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്തു. വാഹനം പിടിച്ചെടുത്തത് വിജയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി. ജനനായകന് UA സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിൽ സുപ്രീം കോടതിയെ സമീപിച്ചു നിർമ്മാതാക്കൾ. ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയമെന്ന് സെൻസർ ബോർഡിനെതിരെ കമലഹാസൻ. കലോത്സവ വേദിയുടെ പേര് വിവാദത്തിന് വിരാമം. ഡാലിയ എന്ന പേര് മാറ്റി വേദി 15-ന് താമര എന്നാക്കി. സ്വാഗതാർഹമെന്ന് BJP. ആർക്കും വഴങ്ങിയിട്ടല്ല മാറ്റുമെന്ന് V ശിവൻകുട്ടി. പശ്ചിമ ബംഗാളിൽ ED മമത പോര് മുറുകുന്നു. ഐപാക് റെയ്ഡ് തടഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി ED സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി മമത. IT സെൽ മേധാവിയുടെ വസതിയിലും ഓഫീസിലും നടന്ന റെയ്ഡിൽ EDക്കെതിരെ കേസെടുത്ത് ബംഗാൾ പോലീസ്. പിടിച്ചെടുത്ത രേഖകൾക്കായി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു ഐപാക്. വനിതാ പ്രീമിയർ ലീഗിൽ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജെയിൻസിന് 10 റൺസ് ജയം. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 196 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് നാളെ വഡോദരയിൽ തുടക്കം. കൊച്ചി കോർപ്പറേഷൻ മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ പിന്തുണച്ചു എന്ന പരാമർശം തിരുത്തി VK മിനിമോൾ. വൈകാരികമായി പ്രതികരിച്ചതാണെന്നും എല്ലാ സംഘടനകളും സഹായിച്ചുവെന്നും തിരുത്തൽ. പരാമർശത്തിൽ തെറ്റില്ലെന്ന് KRLCC അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ. സ്റ്റോറി ഓഫ് ദി ഡേ. ഇനി നടക്കാം കരുതലിന്റെ കാവലിൽ. മണിക്കൂറുകൾ നീണ്ട തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന പുരോഗമിക്കുകയാണ്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. പരിശോധന മണിക്കൂറുകൾ പിന്നിട്ടു. തന്ത്രിയുടെ വീട്ടിലേക്ക് പണിക്കാരെ അടക്കം എത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും
തന്ത്രിയും തമ്മിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വിശദമായ അല്ലെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം SITക്ക് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ താഴ്മൺ വീട്ടിലേക്കുള്ള ഈ പരിശോധന, പ്രത്യേകിച്ച് 7-ാം മണിക്കൂറിലേക്ക് പരിശോധന കടക്കുകയാണ്. അമ്പിളി, അത് തന്നെയാണ് സാധാരണഗതിയിൽ ഈ കുറ്റക്കാരെ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്ര മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നടന്ന ചരിത്രവുമുണ്ട്. പക്ഷേ ഈ പരിശോധന, ഒരു വീട്ടിൽ നടത്തുന്ന പരിശോധന ഇത്രയധികം മണിക്കൂറുകൾ നീളുന്നത് ഈ കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അതായത് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായി തന്ത്രി നടത്തിയിട്ടുള്ള പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാൻ ഇരിക്കെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സ്വർണ്ണപ്പണിക്കാരനെ കൂടി എത്തിച്ച് തന്ത്രിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള സ്വർണ്ണങ്ങൾ ഉൾപ്പെടെ കൃത്യമായ പരിശോധന നടത്തുക. അത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ അത് അത്തരത്തിലേക്കുള്ള സ്വർണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുക എന്നാണ് ഉദ്ദേശം. മണിക്കൂറുകൾ നീളുന്നു. 7-ാം മണിക്കൂറിലേക്ക് ഇപ്പോൾ ഈ പരിശോധന നീളുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും സമഗ്രമായ രീതിയിലുള്ള ഒരു പരിശോധനയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്, 7-അംഗ അന്വേഷണ സംഘമാണ് ഇപ്പോഴും അന്വേഷണം, അതായത് ഈ പരിശോധന തുടരുന്ന സാഹചര്യമുള്ളത്. എന്തായാലും പണമിടപാടുകൾ സംബന്ധിച്ച് ഈ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. നിരവധി തവണ പോറ്റി തന്ത്രിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടുകാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സമഗ്രമായ രീതിയിൽ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് അവർ തമ്മിലുള്ള ഈ അഗാധമായ ബന്ധത്തിന്റെ കാരണം, ഏത് തരത്തിലേക്കാണ് ആ ബന്ധം മുന്നോട്ട് പോയിട്ടുള്ളത്, ആ ബന്ധത്തിൽ എന്തെല്ലാം കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടി കഴിയും, വീട്ടുകാർക്ക് ഈ തന്ത്രിയുടെ ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ വളരെ വിശാലമായ തരത്തിലേക്കുള്ള ഒരു പരിശോധനയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അമ്പിളി, ശരി, അജയ് സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വിശദമായ ഒരു ഇടപാട് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സമഗ്രമായ അന്വേഷണമൊക്കെ SITക്ക് നടത്തേണ്ടതുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് SIT തന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. ശബരിമലയിലെ സ്വർണം ചെമ്പാക്കാൻ തന്ത്രി കൂട്ടുനിന്നോ? SITയുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? തന്ത്രിയിലൂടെ കൂടുതൽ ഉന്നതരിലേക്ക് SIT സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ? തന്ത്രിയിൽ നിന്നുള്ള അടുത്ത നീക്കം SIT മന്ത്രിയിലേക്ക് എത്തുമോ? മുൻ ദേവസ്വം മന്ത്രി എത്തുമോ? അതോ മന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള തന്ത്രമാണോ SITയുടേത്? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. വ്യക്തത വരേണ്ട പല കാര്യങ്ങളുമുണ്ട്. എന്തായാലും SITയുടെ നീക്കം ഏറെ നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. തന്ത്രി കണ്ഠരര് രാജീവർ കൂടുതൽ കുരുക്കിലേക്ക്. ശബരിമലയിലെ ഏറ്റവും പ്രമുഖനായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ SIT കൂടുതൽ കുരുക്ക് മുറുക്കുകയാണ്. ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർക്കും. ചൊവ്വാഴ്ച കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കും. ED തിങ്കളാഴ്ച പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട്. തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നത് ദേവസ്വം മാനുവലിൽ വ്യക്തമാണ്. ചട്ടപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കേണ്ട കർത്തവ്യം അധികൃതരെ പോലെ തന്നെ തന്ത്രിക്കുമുണ്ട്. അതിൽ കുറ്റകരമായ അനാസ്ഥ വരുത്തിയെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. EDയും മുഖ്യപ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. പോറ്റി ശബരിമലയിലെത്തിയത് തന്ത്രി വഴിയാണ്. ഇതുവഴി ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ് SIT തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ എന്നിവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് നീക്കം. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് EDയുടെ നീക്കം. SIT പ്രതിയാക്കിയ എല്ലാവരെയും EDയും പ്രതി ചേർക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം നടത്തുന്നത്. 2019 സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നതെങ്കിലും 2025 വരെയുള്ള എല്ലാ സംഭവങ്ങളും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ കേസിലെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അന്ന് തന്നെ ഈ ദ്വാരപാലക ശില്പപാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്താനാണ് SITയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതോടെ തന്ത്രിയുടെ ജയിൽവാസമൊക്കെ നീളുമായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ ദേഹാസ്വാസ്ഥ്യം. ജയിലിൽ വെച്ച് തനിക്ക് തലകറക്കമുണ്ടെന്ന് അധികൃതരെ അറിയിച്ചു. നിലവിൽ തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ECG അടക്കമുള്ളവ പരിശോധിച്ചിരുന്നു. തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന തന്ത്രി ഇന്നലെ മുതൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. ഈ മാസം 23-ാം തീയതി വരെയാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിലുണ്ടായ ഞെട്ടൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലും വ്യക്തമാണ്. തന്ത്രിയെ തള്ളിപ്പറയാതെ കരുതലോടെയാണ് CPMന്റെ പ്രതികരണം. തന്ത്രിയുടെ അറസ്റ്റ് SIT അന്വേഷണത്തിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് CPM നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ചു. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്ന ആരാണോ കുറ്റവാളി SIT കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അയ്യപ്പന്റെ സ്വർണം മോഷിച്ചത് ആരായാലും അത് എത്ര വലിയവരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അമ്പലം രഹസ്യമായി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അമ്പലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇത് അന്വേഷിക്കുന്ന ഏജൻസി ആരാണ് കുറ്റവാളി എന്നുള്ളത് കണ്ടെത്തി നിയമ നടപടിക്ക് മുൻകൈ എടുക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാവില്ല. അത് നടക്കട്ടെ. അന്വേഷണം വന്നതിന് ശേഷം കോടതിയിലേക്കായിട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി കഴിയുമ്പോഴാണ് എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്നാൽ മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നാണ് പ്രതിപക്ഷവും BJPയും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റോടെ SIT അന്വേഷണം അവസാനിപ്പിക്കാൻ നീക്കമോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്നതാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്ന് MK രാഘവൻ MP. ആരെയെങ്കിലും രക്ഷിക്കാനാണോ തന്ത്രിയുടെ അറസ്റ്റ് എന്നറിയണം. അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ പറയുന്നില്ല, ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ കേരളത്തിലെ വിശ്വാസികൾ കണ്ണടച്ച് നിങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഈ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിത് എതിരാകും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. തന്ത്രിയുടെ അറസ്റ്റ് CPM രാഷ്ട്രീയ മുതലെടുപ്പിനും പ്രചാരണത്തിനും ഉപയോഗിക്കുമെന്ന് UDF മുൻകൂട്ടി കാണുന്നു എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ പിടിക്കാത്തത് എന്തെന്ന ചോദ്യം ശക്തമാക്കാനായിരിക്കും ഇനി അങ്ങോട്ട് UDFന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ തീരുമാനം. എന്നാൽ BJP തന്ത്രിക്കൊപ്പമെന്ന് വ്യക്തമാക്കുകയാണ് ഈ അവസരത്തിൽ. തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിച്ച് CPM മന്ത്രിമാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്ന സംശയമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗൂഢാലോചനയുടെ കേന്ദ്രസ്ഥാനത്തുള്ള കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ പഠിച്ചു. അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഞങ്ങൾക്ക് സംശയം, ഈ തന്ത്രിൻ്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPMന്റെയും കോൺഗ്രസിൻ്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണെന്നൊരു സംശയം.
കാരണം ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്പലത്തിൻ്റെ സ്വർണം, ശബരിമലേൻ്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിൻ്റെ അല്ലേ? രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെയാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച സംശയങ്ങളുമുണ്ട് BJPക്ക് ഈ അവസരത്തിൽ. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി തന്ത്രിയുടെ വീട് സന്ദർശിച്ചതും അന്വേഷണത്തിൽ സംശയം ഉന്നയിച്ചതുമൊക്കെ അതിന്റെ സൂചനയാണ്. അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത്? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കടകംപള്ളി തന്നെ പറയുന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം. ദേവസ്വം ബെഞ്ചുള്ള ഒരു ഹൈക്കോടതിയാണ് കേരളത്തിൻ്റേത്. അപ്പോൾ ആ ദേവസ്വം ബെഞ്ചിന്റെ ചുമതലക്കാരുണ്ട്, ഹൈക്കോടതിയുടെ പ്രതിനിധി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഉത്തരവാദികളല്ലേ? തന്ത്രി കണ്ഠരര് രാജീവരെ പിന്തുണച്ച് അഖില കേരള തന്ത്രി സമാജവും അയ്യപ്പ സേവാ സംഘവും അനുജ്ഞ നൽകിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമുക്കാൽ തന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് തന്ത്രി സമാജം ജോയിന്റ് സെക്രട്ടറി സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. ആചാര ലംഘനത്തിന് എങ്ങനെ നിയമ നടപടിയെടുക്കുമെന്ന് അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. വിജയകുമാറും പറഞ്ഞു. തന്ത്രിക്ക് പിന്തുണയുമായി രാഹുൽ ഈശ്വർ ഇന്നും രംഗത്ത് വന്നു. ആചാര ലംഘനം നടത്തുന്നതിന് ആചാരപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനല്ല. അപ്പം ഇതിനകത്ത് എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ അറസ്റ്റ് തീർത്തും ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് നിയമവിദഗ്ധരുടെ ഉപദേശം പോലും. പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയാണ്. നമുക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു നമുക്കങ്ങനെ ഒരു ചിന്ത തന്നെ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അവസരം വന്നത് കണ്ടു നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു താല്പര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. തന്ത്രിക്ക് യാതൊരു വിധത്തിലും വീഴ്ചയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. SIT-കാരെ അയ്യപ്പ മൊഴി കൊടുത്തോ? ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിർ പറയാൻ പറ്റൂ? മലയരയ മഹാസഭയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്ന ദിവസമാണെന്ന്. ശബരിമലയെ സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന തന്ത്രിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും നടത്തിയത് വലിയ ക്രമക്കേടെന്ന് മലയരയ മഹാസഭ. സ്വർണ്ണക്കൊള്ളക്കേസിൽ കോടതിയുടെ നിരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജനറൽ സെക്രട്ടറി PK സജീവ്. ശബരിമല ക്ഷേത്രം നിർമ്മിച്ച മലയരയ സമുദായത്തിന് ആ ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. കോടതി പറഞ്ഞിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ട് വേലികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന രണ്ട് കൂട്ടരാണ്. ഒന്ന് അവിടെ വന്ന തന്ത്രിമാര്, രണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധിപന്മാര്. ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരും ഇന്ന് സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മലയരയ മഹാസഭയ്ക്ക് പറയാനുള്ളത്, ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് മലയരയ സമുദായമാണ്. ശബരിമല ക്ഷേത്രം മാത്രമല്ല, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം, പശ്ചിമ ദേവീക്ഷേത്രം, വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് മലയരയ സമുദായമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോർമുഖം തുറക്കാൻ അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം തന്നെ തലസ്ഥാനത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട NDAയുടെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് അമിത്ഷാ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും. നാളെ രാവിലെ 10:30 അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തും. തുടർന്ന് 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമാകും. 4 മണിക്ക് ചേരുന്ന NDA നേതൃയോഗത്തിലും 5 മണിക്ക് നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്ത് മാർഗനിർദ്ദേശം നൽകും. നാളെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക് BJPയിൽ ചേരുന്നതായി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തും. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മത്സര രംഗത്തുണ്ടാവില്ലെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായ സംഭവത്തിൽ മാപ്പ് പറയില്ലെന്ന് CPM നേതാവ് AK ബാലൻ. ഇത് സംബന്ധിച്ച് തനിക്കെതിരെ അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. തന്റെ പാർട്ടിയെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനുമാണ് ഈ നോട്ടീസ്. ഭരണഘടനാപരമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നയാളാണ് താനെന്നും AK ബാലൻ പറഞ്ഞു. നോട്ടീസിൽ ആവശ്യപ്പെട്ടതുപോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ താൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും നമ്മുടെ സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇപ്പോഴും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ UDFന് മടിയില്ലെന്നും ജമായത്തെ വിമർശിച്ചാൽ മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനമാക്കി മാറ്റുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദു മുസ്ലിം വർഗീയവാദം മതവുമായും വിശ്വാസവുമായും കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF. എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത്, മുസ്ലിം വർഗീയവാദം, ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല, വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. AK ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇത് ബാലന്റെ മാത്രം പ്രസ്താവനയാകുമെന്നാണ് കരുതിയതെന്നും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ടതാണോ എന്നും വേണുഗോപാൽ ചോദിച്ചു. രാഷ്ട്രീയ നേട്ടത്തിന് ഒരു കാലത്തും ഉപയോഗിക്കാത്ത കാര്യങ്ങൾ പറയുന്നുവെന്നും KC വേണുഗോപാൽ. AK ബാലന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞ ദിവസം മുമ്പ്. പല മാനാടുകളും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. നമ്മൾ ധരിച്ചത് ഇത് ബാലന്റെ മാത്രമുള്ള ഒരു പ്രസ്താവനയാണെന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട വാചകങ്ങളായിരുന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ബാലന്റെ പ്രസ്താവനയെ CPM പൂർണ്ണമായി പിന്തുണച്ചതോടെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. പ്രത്യേകിച്ച് ലീഗിന്റെ BJP വർഗീയത പറഞ്ഞാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും ഇതേ രീതിയാണ് CPM കേരളത്തിൽ കോപ്പിയടിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് CPM പറയുന്നത്. LDFന്റെ കാലം കഴിഞ്ഞുവെന്നും PK കുഞ്ഞാലിക്കുട്ടി. കാലം കഴിഞ്ഞു, ഞങ്ങളെ കാലാണ് എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട, ഞങ്ങളെ കാലം കഴിഞ്ഞു, കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്ന വർത്താനം കണ്ടില്ലേ, മനുഷ്യന് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് CPM എന്നും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പോലീസിന്റെ കാക്കിയുടെ നിറം കാവിയായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന് പറഞ്ഞവർ ഇന്ന് പച്ച വർഗീയത പറയുകയാണ്. പേര് AK ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നതിൽ മൂത്തോനാണെന്നും ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു. ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരായി ഇവർ മാറുകയാണ്. മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തല തിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. AK ബാലനെ പോലുള്ള നേതാക്കന്മാർ പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ വൻ സുരക്ഷാ വീഴ്ച. 1,75,00,000 ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് ആശങ്ക.
സൈബർ സുരക്ഷാ കമ്പനിയായ മാൽവെയർ ബൈറ്റ്സ് ആണ് ആശങ്കപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ വിവരങ്ങൾ ഡാർക്ക് വെബിലെ ഹാക്കർമാരുടെ കൂട്ടായ്മകളിൽ പ്രചരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉപയോക്താക്കളുടെ പൂർണ്ണ പേരുകൾ, ഇമെയിൽ വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ, ലൊക്കേഷൻ തുടങ്ങി നിർണായകമായ എല്ലാ വിവരങ്ങളും പ്രചരിക്കുന്നവയിലുണ്ടെന്നാണ് സൂചന. സൈബർ ആൾമാറാട്ടം, ഫിഷിംഗ് ക്യാമ്പയിൻ, ലോഗിൻ വിവരങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങി പലവിധ കുറ്റകൃത്യങ്ങൾക്കും ഹാക്കർമാർ ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള സംവിധാനം ദുരുപയോഗം ചെയ്ത് അക്കൗണ്ടുകൾ തട്ടിയെടുക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും മാൽവെയർ ബൈറ്റ്സ് അറിയിച്ചു. അക്കൗണ്ട് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്താൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള സുരക്ഷാ മെയിലുകൾ പരിശോധിക്കണമെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകി. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ഉടനടി മാറ്റുക, 2 ഫാക്ടർ ഓതന്റിക്കേഷൻ, ഇമെയിലുകളിലോ സന്ദേശങ്ങളിലോ ഉള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക, ലോഗിൻ ആക്ടിവിറ്റി പരിശോധിക്കുക എന്നിവ പിന്തുടരാനാണ് വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. പല ഉപഭോക്താക്കൾക്കും ഇതിനകം തന്നെ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള സന്ദേശം ലഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ഇൻസ്റ്റഗ്രാമിന്റെ മാതൃകമ്പനിയായ മെറ്റ ഇതുവരെ റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. 2024 ഇൻസ്റ്റഗ്രാം API ഡാറ്റ ലീക്കിലൂടെ ചോർന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഡാർക്ക് വെബിൽ പ്രചരിക്കുന്നതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കരാർ നിയമനം നേടിയ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുണ്ടെന്നും തൊഴിൽ തേടുന്നവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് ഇതെന്നും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ എളമരം കരീമിന് നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. കരാർ നിയമനത്തിലെ ഭൂരിഭാഗം ആളുകളും LDFുമായി ബന്ധപ്പെട്ടവരാണ്. അതിന് ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാണ് എന്നതാണ് മാനദണ്ഡം. പിൻവാതിൽ നിയമനം അംഗീകരിക്കില്ലെന്നും ഫിറോസ് കോഴിക്കോട് പ്രതികരിച്ചു. കരാർ നിയമനം വഴി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി നേടിയ CPM പ്രവർത്തകരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. PSC വഴി പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കുകയാണ് CBI. ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്ത് CBI. ചെന്നൈ പനയൂരിലെ TVK ആസ്ഥാനത്ത് നിന്നാണ് വാഹനം പിടിച്ചെടുത്തത്. വാഹനം കരൂരിലെ CBI ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി. 2025 സെപ്റ്റംബറിൽ കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. ദുരന്തത്തിന് പിന്നാലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് പ്രധാനമായും CBI പരിശോധിക്കുന്നത്. ജനുവരി 12 ഡൽഹിയിൽ ഹാജരാകാൻ വിജയ്ക്ക് നേരത്തെ CBI നോട്ടീസ് അയച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ച കാരണമാണ് കരൂരിൽ അപകടമുണ്ടായത് എന്നാണ് TVK വാദിക്കുന്നത്. അതേസമയം ജനനായകനിൽ സസ്പെൻസ് തുടരുന്നു. വിജയുടെ വിടവാങ്ങൽ ചിത്രം ജനനായകന് വേണ്ടിയുള്ള പോരാട്ടം സുപ്രീം കോടതിയിലേക്ക്. UA സർട്ടിഫിക്കറ്റ് നിഷേധിച്ച നടപടിക്കെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് ഹർജി. അതിനിടെ സെൻസർ ബോർഡിനെതിരെ നടൻ കമൽഹാസനും രംഗത്ത് വന്നു. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. സിനിമയ്ക്ക് ഇതുവരെയും സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം പ്രദർശനാനുമതി നൽകിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സിനിമയുടെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനിടെ സെൻസർ ബോർഡിനെതിരെ നടൻ കമൽഹാസനും രംഗത്ത് വന്നു. ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയം എന്നായിരുന്നു കമൽഹാസന്റെ പ്രതികരണം. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ വെളിപ്പെടുത്തലുമായി ജനനായകന്റെ നിർമ്മാതാവ് രംഗത്ത് വന്നിരുന്നു. സെൻസർ ബോർഡ് നീക്കങ്ങളിൽ അട്ടിമറി നടന്നു എന്നാണ് നിർമ്മാതാവിന്റെ ആരോപണം. നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയ ശേഷവും സർട്ടിഫിക്കറ്റ് നൽകാതെ മനഃപൂർവ്വം റിലീസ് തടയുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജനനായകന്റെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ഇത് പരിഗണിച്ച ജസ്റ്റിസ് PT ആശ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് സെൻസർ ബോർഡ് നടപടികളെ വിമർശിക്കുകയും പ്രദർശനാനുമതി നൽകുകയുമായിരുന്നു. എന്നാൽ പിന്നാലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ CBFC സമീപിക്കുകയായിരുന്നു. ഇതിൽ വാദം കേൾക്കവെയാണ് റിലീസിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ജനുവരി 21 ഇനി ഹർജി പരിഗണിക്കുകയെന്നും കോടതി വ്യക്തമാക്കി. ജനുവരി 9 ജനനായകന്റെ ആദ്യ റിലീസ് ഡേറ്റ്. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. റിലീസ് പ്രതിസന്ധികൾ നേരിടുന്നുവെങ്കിലും ജനനായകൻ ആദ്യ ദിനം തന്നെ വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്,
അമൃത ന്യൂസ്. കലോത്സവ വേദിയുടെ പേര് വിവാദത്തിന് വിരാമം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കലോത്സവ വേദിക്ക് താമരയുടെ പേര് നൽകി സർക്കാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 15ാമത്തെ വേദിക്കാണ് താമരപ്പൂവിന്റെ പേര് നൽകിയത്. കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ദേശീയ പുഷ്പത്തിന്റെ പേര് കലോത്സവ വേദിക്ക് നൽകാനെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി BJP. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് ഇക്കുറി പുഷ്പങ്ങളുടെ പേരാണ് നൽകിയത്. 25 വേദികൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ ഒഴിവാക്കിയിരുന്നു. ഇതിന് കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടി രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ടാണ് താമരയെ ഒഴിവാക്കേണ്ടി വന്നതെന്നാണ്. എന്നാൽ ഈ നടപടിക്കെതിരെ BJP വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്രീൻ പ്രോട്ടോകോൾ വിശകലന യോഗവേദിയിലേക്ക് യുവമോർച്ച താമരപ്പൂക്കളുമായി എത്തി പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയ നടപടി വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പിൻവലിച്ചിരിക്കുകയാണ്. വിവാദരഹിതമായി കലോത്സവം നടത്തുന്നതിനു വേണ്ടിയാണ് താമരപ്പൂവിന്റെ പേരുകൂടി വേദിയിലേക്ക് ഉൾപ്പെടുത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 15ാമത്തെ വേദിക്ക് താമരയുടെ പേര് നൽകി. എല്ലാ പുഷ്പങ്ങളെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതിലൊരു വിവാദ ചർച്ചയ്ക്ക് ഞങ്ങൾ നടന്നുകൊണ്ടേ. നേരത്തെ തന്നെ വിവേക ബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. അമൃത ന്യൂസ്, തൃശൂർ.